ഹലോ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു എവരി വൺ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 10th സ്റ്റാൻഡേർഡിലെ ബാനിയൻ ട്രീ അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. കാരണം അതിന്റെ ഓദറിനെ പറ്റിയിട്ടും എബൌട്ട് ദ ചാപ്റ്റർ ഒക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 1 പാരഗ്രാഫ് മാത്രമേ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് എടുക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത് അല്ലെ, അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ. ബാനിയൻ ട്രീയിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? ബോയ് ആണ്. ബോയ് എന്ന് പറയുന്നത് നെറേറ്റർ, അതായത് റസ്കിൻ ബോണ്ടിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുണ്ടായത്? അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടിയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പൊ പറയുന്നുണ്ടല്ലേ, ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ഒക്കെ മുത്തച്ഛന്റെ അധീനതയിലാണ്. പക്ഷെ ബാനിയൻ ട്രീയിൽ മാത്രം മുത്തച്ഛന് കൺട്രോൾ ഇല്ല, അല്ലാതെ എന്റെ കൺട്രോളാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, മുത്തശ്ശിയെക്കാളും പ്രായമുണ്ട്. എന്തിന്? മുത്തച്ഛനെക്കാളൊക്കെ പ്രായമുണ്ട് ആയിക്ക് ബാനിയൻ ട്രീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബാനിയൻ ട്രീന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ബാനിയൻ ട്രീക്ക് അത്രയും ഏജ് ഉണ്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലായല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം. My first friend and familiar was a small gray squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമുക്ക് നോക്കാം. എന്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ഒരു ഗ്രേ സ്ക്വരൽ ആയിരുന്നു. ഒരു ഗ്രേ കളറിലുള്ള ഒരു അണ്ണാനായിരുന്നു. പുറം വളഞ്ഞുകൊണ്ടും വായുവിൽ മണം പിടിച്ചുകൊണ്ടും എന്ന് പറയുന്നുണ്ട് അല്ലെ. പുറം വളഞ്ഞുകൊണ്ട് ആരെ പറ്റിയാ പറയുന്നത്? ആ ഒരു ഗ്രേ സ്ക്വരലിനെ പറ്റിയിട്ട് ഒന്ന് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ആ ഗ്രേ സ്ക്വരൽ എങ്ങനെയാണെന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാ? പുറം വളഞ്ഞുകൊണ്ടും വായുവിൽ മണം പിടിച്ചുകൊണ്ടും അങ്ങനെ നടക്കുന്ന ഒരെണ്ണ. ആദ്യം അവന്റെ സ്വകാര്യതയിൽ കടന്നു കയറുന്നതൊന്നും അവൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ആയിരിക്കും അല്ലെ, ആദ്യം ഒരു ആനിമലിന്റെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ അതിനത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് നമ്മൾ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ഈ ഗ്രേ സ്ക്വരല് ഈ ബോയിന് ആദ്യം വെറുപ്പായിരുന്നു. ആദ്യം അവന്റെ കാര്യത്തിൽ ഇടപെടുന്നതൊന്നും ആ അണ്ണാന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പതിയെ ഇവന്റെ കയ്യിൽ, ഈ ഒരു ബോയിന്റെ കയ്യിൽ എയർ ഗണ്ണും കാറ്റപ്പൾട്ട് പറഞ്ഞാല് എന്താണ് ചവണ എന്നൊക്കെ പറയും. ഈ ബോയിന്റെ കയ്യില് ഈ ബോയ് നല്ലതാണെന്നും ഈ ബോയിന്റെ കയ്യിൽ അങ്ങനെ എയർ ഗണ്ണോ തന്നെ വീഴ്ത്താനുള്ള ഒരു സാധനങ്ങളോ എയർ ഗണ്ണോ അങ്ങനത്തെ ഒന്നുമില്ലാന്നും നല്ല ഉദ്ദേശത്തോടെയാണ് എന്നോട് ഇടപെടുന്നതെന്നും ആർക്ക് മനസ്സിലായി? ഈ ഒരു ഗ്രേ സ്ക്വരലിന് മനസ്സിലായി. ആ ഒരു ഗ്രേ സ്ക്വരൽ ബോയുമായിട്ട് ഇണങ്ങാൻ തുടങ്ങി അല്ലെ. പിന്നെന്താ പറഞ്ഞ, ഈ ബോയ് എന്താ പറഞ്ഞ, അവന് വേണ്ടി ഞാൻ കേക്ക് ബിസ്ക്കറ്റ് ഒക്കെ ബാക്കി വെക്കാൻ തുടങ്ങിയപ്പോ അവന് കൂടുതൽ ധൈര്യശാലി, എന്നോട് ഇടപെടാൻ വേണ്ടി കൂടുതൽ ധൈര്യം കാണിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു എനിമലിനെ നമ്മൾ മയക്കാൻ ശ്രമിക്കും, നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മളോട് കൂടുതലായിട്ട് ഇണങ്ങാൻ ശ്രമിക്കും, കുറച്ചുകൂടെ ധൈര്യം കാണിക്കും അല്ലെ. നമ്മളെ നല്ല ഉദ്ദേശത്തോടെയാണ് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനാണെന്നും മനസ്സിലാക്കിയ പിന്നെ അത് നമ്മളോട് കൂടുതലായിട്ട് ഇണങ്ങും. അതുപോലെ തന്നെ ഈ കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ് ഈ ബോയ് എപ്പോഴും ഈ ഒരു അണ്ണാന് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ധൈര്യശാലിയായി. ആരുമായിട്ട് ഇണങ്ങാൻ, ബോയ് ആയിട്ട് ഇണങ്ങാൻ വേണ്ടി കൂടുതൽ ധൈര്യം കാണിച്ചു. അവൻ എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കാവുന്നത്ര, അത് അത്രയും ഫ്രീഡം, എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കാവുന്നത്ര ധൈര്യം അവൻ എന്നോട് കാണിച്ചു. അതിന് അർത്ഥം അവൻ എത്രയും എന്നോട് ക്ലോസ് ആയി എന്നാണ് പറയുന്നത്. ആ ഗ്രേ സ്ക്വരലും ബോയ് അത്രയും ക്ലോസ് ആയി എന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു whatever he could find. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a man. എന്താണ് പറയുന്നത്? വൈകാതെ തന്നെ എന്റെ കീശയിൽ കണ്ടത് എടുക്കാനും മാത്രം, അത് എന്റെ കീശയിൽ എന്താണുള്ളത് അതൊക്കെ വളരെയധികം സ്വാതന്ത്ര്യത്തോടെ വളരെയധികം ഫ്രീഡത്തോടെ എടുക്കാനുള്ള ഒരു ബോണ്ട്, ആ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിലായി എന്നാണ് പറയുന്നത്. അവൻ വളരെ ചെറിയൊരു അണ്ണാനാണ്. അതുപോലെ തന്നെ അണ്ണാന്റെ വീട്ടുകാരൊക്കെ എന്ത് ചിന്തിക്കുന്നുണ്ടാവുന്ന പറയുന്നത്? ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതുകൊണ്ട്, ഒരു മനുഷ്യക്കുട്ടിയെ, ഒരു മനുഷ്യവർഗത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ അണ്ണാനൊരു ദുർവാശിക്കാരനാണെന്നും ഒരു മണ്ടനാണെന്നും ഈ അണ്ണാന്റെ റിലേറ്റീവ്സ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. കാരണം ഈ ഒരു മനുഷ്യവർഗത്തെ കാരണം മനുഷ്യന്മാർ എപ്പോഴും ഇതിനൊക്കെ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യവർഗത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇവനൊരു മണ്ടനാണെന്നും ഒരു
ദുർവാശിക്കാരനാണെന്നൊക്കെ ഇവന്റെ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇതാണ് ഇൻ സ്പ്രിംഗ് തൊട്ടാണ്, ഇൻ ദ സ്പ്രിംഗ് തൊട്ടാണ് പറയുന്നത്. ഇനി പറയുന്നത് ബാനിയൻ ട്രീന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി പറയുന്നത് ബാനിയൻ ട്രീന്റെ ഫീച്ചേഴ്സ് ആണ്. നോക്കിയേ. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. എന്താണ് പറയുന്നത്? ഈ ബാനിയൻ ട്രീന്റെ ഫീച്ചേഴ്സ് ആണ്. അതായത് വസന്തകാലമായപ്പോൾ, ഇൻ ദ സ്പ്രിംഗ് സീസണില് അത്തിപ്പഴം പൂക്കുന്ന സമയത്ത് എല്ലാ പക്ഷികളും ഈ ബാനിയൻ ട്രീന്റെ മേലെയായിരിക്കും. ബാനിയൻ ട്രീയിൽ കൂട്ടുകൂടി വരും. അതായത് അത്തിപ്പഴം പഴുക്കുന്ന സമയത്ത്, അത്തിപ്പഴം ഉള്ള സമയത്ത്, ഈ വസന്തകാലത്ത് അത്തിപ്പഴം ഉള്ള സമയത്ത് എല്ലാതര പക്ഷികളും ഈ ബാനിയൻ ട്രീന്റെ മേലെ കൂട്ടുകൂടും. ചുവന്ന നിറത്തിലുള്ള ബുൾബുൾ പക്ഷി വളരെയധികം ഉത്സാഹവാനും എന്താ പറയുന്നത് ഗ്രീഡിയാണ്, ഭയങ്കര സ്വാർത്ഥനുമാണ്, അത്യാഗ്രഹിയാണ്. ഗ്രീഡി പറഞ്ഞാൽ അത്യാഗ്രഹം. ഈ ചുവന്ന നിറമുള്ള ബുൾബുൾ പക്ഷി വളരെ ഉത്സാഹവാനും അത്യാഗ്രഹമാണ്, ഗ്രീഡിയാണ്. ദൂഷണം പറഞ്ഞു നടക്കുന്ന മൈനകൾ, അതുപോലെ തന്നെ പാരറ്റ്സ്, ക്രോസ്, അങ്ങനെ ഇഷ്ടം പോലെ പക്ഷികളൊക്കെ ഈ ബാനിയൻ ട്രീയിലെ മേലെ വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബാനിയൻ ട്രീ ഒരു നോയ്സസ്റ്റ് പ്ലേസ് ആണ്. വളരെയധികം ഇവരൊക്കെ കലപില കൂട്ടുന്നതുകൊണ്ട് വളരെയധികം നോയ്സസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ത് ബാനിയൻ ട്രീ. ഏത് സമയത്ത്? ഇൻ സ്പ്രിംഗ് സീസൺ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓക്കെ, മനസ്സിലാവാൻ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത് അധികം കൺഫ്യൂഷൻ ആക്കി നേരിയൊന്നല്ല. സ്പ്രിംഗ് സീസണിൽ ഫിഗ് ട്രീ അല്ല, ഒരുപാട് അത്തിപ്പഴം ഉള്ള സമയത്ത് നമുക്കറിയാലേ ഒരുപാട് പക്ഷികൾ വരും. ആ പക്ഷികളുടെ കുറച്ച് എങ്ങനെയുള്ളവരാണെന്ന് നമ്മളോട് പറയുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ ഒരുപാട് കലപില കൂട്ടുന്നതുകൊണ്ട് വളരെയധികം നോയ്സസ്റ്റ് ഉള്ള പ്ലേസ് ആണ് എന്ത് നമ്മളെ ബാനിയൻ ട്രീ. Okay, next paragraph നോക്കാം. Halfway up the tree, I had built a small platform on which I would often spend the afternoons. When it wasn't too hot, I could read propping myself up against the wall of the tree with cushions taken from the drawing room, Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. എന്താ പറയുന്നത്? മരത്തിന്റെ ഉയരത്തിൽ വെച്ച്, അതായത് ഈ ബാനിയൻ ട്രീന്റെ ചില്ലകളിൽ ഞാൻ ഇരിക്കാനുള്ളൊരു മേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇരിക്കാനുള്ള ഇരിപ്പിട ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? ബാനിയൻ ട്രീന്റെ മുകളിൽ. നല്ല ചൂടുള്ള സമയത്തൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ഞാൻ ആ ബാനിയൻ ട്രീയിൽ ഞാൻ ആക്കിയ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ പോയിട്ട് എപ്പോഴും സമയം ചെലവഴിക്കും. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ടൈം എന്തൊക്കെ ബുക്സ് വായിക്കും, ആ ബാനിയൻ ട്രീന്റെ ആ ഒരു മേട്ടിൽ പോയി ഇരുന്നിട്ട് ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും. ഏതുതരം ബുക്സോ വായിക്കുന്നത് പറഞ്ഞാൽ ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുക്സ് ഒക്കെ ഞാൻ അവിടെ പോയിരുന്ന് വായിക്കും. അത് എങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആ മരത്തിൽ ഇങ്ങനെ ചാർന്നിരുന്നിട്ട് അതൊരു തലാണ പോലെ ആക്കിയിട്ട് ആ ബാനിയൻ ട്രീന്റെ ഒരു വശം ഞാനൊരു ചില്ലകള് ചാഞ്ഞിരിക്കാനുള്ള ആ ഒരു സൗകര്യമാക്കിയിട്ട് അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് കുറെ ബുക്സ് ഒക്കെ വായിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. അതായത് ആ ബാനിയൻ ട്രീ ബാനിയൻ ട്രീയും ബോയും ആയിട്ട് അത്രയും ക്ലോസ് ആണ്. അത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്രയും റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കാണിച്ചു തരുമെന്ന്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or grandfather grumbling at the hardly Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. എന്താണ് പറയുന്നത്? ഞാൻ കുറെ പുസ്തകമൊക്കെ വായിക്കുന്നു പറഞ്ഞല്ലേ. എനിക്ക് വായിക്കുകയാണെന്ന് തോന്നാത്തപ്പോ അത് ഞാൻ വായന നിർത്തി കുറച്ച് പുസ്തകമൊക്കെ മടക്കി വെച്ച് ഞാൻ വായിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ മേലെ ഇരുന്ന ബാനിയൻ ട്രീന്റെ മേലെ ഇരുന്നിട്ട് താഴെയുള്ള കാഴ്ചകളൊക്കെ വീക്ഷിക്കുമായിരുന്നു. കാരണം നമ്മൾ ആ ചില്ലകളുടെ മേലെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ആ ബോയ്ക്ക് കാണാൻ പറ്റും. അപ്പോ ആ മരത്തിന്റെ ബാനിയൻ ട്രീന്റെ മേലെ ഇരുന്നിട്ട് താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ വീക്ഷിക്കും, ഒബ്സർവ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാ നോക്കിയാ? അങ്ങനെ
ബാനിയൻ ട്രീന്റെ മേലെ ഇരുന്നിട്ട് താഴെ നോക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൻ കാണുന്നത് നോക്കിയേ. മുത്തശ്ശി അലക്കി തുണി ആറിയിടുന്നതും അത് എടുത്തു വെക്കുന്നതൊക്കെ, മുത്തശ്ശി തുണി അലക്കി ആറിയിടുന്നതും എടുത്തു വെക്കുന്നതും, അതുപോലെ തന്നെ പാചകക്കാരൻ പഴക്കച്ചവടക്കാരനായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നതും, അതുപോലെ തന്നെ വേറെന്താ പറയുന്നത് എന്നും കൂടെ പറഞ്ഞത് അല്ലെ. മുത്തശ്ശൻ എന്താണ് ഈ അവരുടെ ഇംഗ്ലീഷ് ഗാർഡനിൽ മുളക്കാനിരിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡോട് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തിന് ഇംഗ്ലീഷ് ഗാർഡനിൽ ഇംഗ്ലീഷ് ഗാർഡനിൽ മുളക്കാനിരിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡിനോട് ഇങ്ങനെ പിറുപിറുത്തിരുന്നിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അവര് ബ്രിട്ടീഷ് വംശജനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ബ്രിട്ടീഷ് പൂന്തോട്ടം, അപ്പൊ അവിടെ മുളക്കാനിരിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡിനോട് എപ്പോഴും ഇന്ത്യൻ മാരിഗോൾഡ് പറഞ്ഞാല് ജമന്തി പൂവിനോട് എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. എന്തൊക്കെ കാണല് ഗ്രാൻഡ് മദർ തുണി അലക്കുന്നതും തുണി എടുത്തു വെക്കുന്നതും, പിന്നെ പാചകക്കാരൻ ഫ്രൂട്ട് കച്ചവടക്കാരനോട് ഫ്രൂട്ട് വെൻഡറിനോട് എന്താണ് തർക്കത്തിൽ ഏർപ്പെടുന്നതും, മുത്തശ്ശൻ മാരിഗോൾഡിനോട് പിറുപിറുക്കുന്നതെല്ലാം ഞാൻ മേലെ ഇരുന്നിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത് ആൽമരത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് പതിവായി കാണുന്നത്. നത്തിങ് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ആഫ്റ്റർനൂണിൽ ഞാൻ ഒരു പ്രത്യേക സംഭവം കണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ ഇരിക്കാൻ വളരെയധികം ആവേശം ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ കണ്ടപ്പോ എനിക്ക് അവിടെ ഇരിക്കാൻ വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർനൂണിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നോക്കാം നമുക്ക്. എന്താണ് അത്രയും അവന് ആവേശം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ നെക്സ്റ്റ് പാരഗ്രാഫിൽ. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ mongoose and cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താണ് പറയുന്നത്, എന്ത് കാര്യമാണ്, എന്ത് സംഭവമാണ് അവനെ കൂടുതൽ ആവേശത്തോടെ ഇരുന്ന് കാണാൻ ആവേശം നൽകിയ കാര്യം എന്താണെന്ന് നോക്കാം. ആ സമയത്തായിരുന്നു ഒരു കോബ്രയും മംഗൂസും തമ്മിലുള്ള ഒരു മരണം വരെയുള്ള ഒരു ഫൈറ്റ് സീൻ, മരണം വരെയുള്ള ഒരു യുദ്ധം ഞാൻ ആ ആൽമരത്തിന്റെ മേലെ ഇരുന്ന് കണ്ടത്. എന്ത് മംഗൂസ് ആൻഡ് കോബ്രയുടെ ഫൈറ്റ്. ഇതാണ് ഈ കഥയിലെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലെ. മംഗൂസ് ആൻഡ് കോബ്ര ഫൈറ്റ്. ബാനിയൻ ട്രീയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മംഗൂസിന്റെയും കോബ്രയുടെയും ഫൈറ്റ് ആണ് അവൻ കാണാനിടയായിരുന്നു. ഇതാണ് ഈ കഥയിലെ ഫസ്റ്റ് സംഭവം. എന്താണ് ഇനി ആ ഒരു ഫൈറ്റ് സീനാണ് നമുക്ക് നെറേറ്റ് ചെയ്ത് തരുന്നത്. നോക്കാം എങ്ങനെയാണ് നമുക്ക് അവർ തമ്മിലുള്ള മംഗൂസ് ആൻഡ് കോബ്രയുടെ ഫൈറ്റ് സീൻ നമുക്ക് നോക്കാം. ഇതാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്. ഓക്കെ, കഥയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഇനി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതാണ് നമുക്ക് ഈ ഒരു കഥയിൽ ഈ ഒരു സ്റ്റോറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്കണം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഒരു ഭാഗം. ഓക്കെ, ശ്രദ്ധിക്കാം. ജസ്റ്റ് ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയാണ് ആ ഒരു ബോയ് ഫൈറ്റ് സീൻ കാണുന്നത്. അത് നെറേഷൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ വരാനുണ്ട്. നെറേഷൻ നമ്മൾ നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഡയറി എഴുതുന്നതും ഒക്കെ ഈ ഒരു സീന് വെച്ചിട്ട് നമുക്ക് എക്സാമിന് വേണ്ടതാണ്. ഓക്കെ, നോക്കിയേ. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house. So I saw a huge black cobra out of the clump of cactus and making for some cooler part of the garden. At the same time, a mongoose emerged from the bushes and went straight for the cobra. In a clearing beneath the tree, in bright sunshine, they came face to face. എന്താ പറയുന്നത് നോക്കിയേ. അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു. ആ സമയത്ത് എന്താണത്, വളരെയധികം ചൂട് കാറ്റ് അത്രയും ചൂടുള്ള സമയമായിരുന്നു. മുത്തശ്ശനെ പോലും മുത്തശ്ശൻ അടക്കമുള്ളവര് അകത്തിരിക്കുന്ന രീതിയിലുള്ള അത്രയും കഠിനമായ ചൂടായിരുന്നു ആ ഒരു ടൈം ഉണ്ടായിരുന്നത്. ആണെങ്കിലോ ഈ ബോയ്ക്കാണെങ്കിലോ ഡ്രൗസി എന്ന് പറഞ്ഞ മയക്കെ, ഈ ബോയ്ക്ക് ഒരു മയക്കം തോന്നുന്നത്, ഉറങ്ങാനുള്ള ഒരു മയക്കം തോന്നിയതിനാൽ അടുത്തുള്ള ഒരു പോണ്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചാലോ എന്ന് വരെ ഞാനൊന്ന് ചിന്തിച്ചു, ഒന്ന് ഫ്രഷ് ആയാലോ എന്ന് വരെ ഞാനൊന്ന് ചിന്തിച്ചിരുന്നു. അത്രയും ചൂടായിരുന്നു. അത്രയും ആ ഒരു ഉച്ചക്ക് സമയത്തൊക്കെ ഭയങ്കര കഠിനമായ ചൂടായിരുന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് കാഴ്ച കണ്ടത്, ഈ ബോയ് എന്ത് കാഴ്ച കണ്ടത്, ഒരു കറുത്ത കോബ്ര, ഒരു കറുത്ത മൂർക്കം പാമ്പ് കള്ളിമുൾ ചെടിയിലൂടെ ഇടയിലൂടെ പൂന്തോട്ടത്തിലെ ഒരു തണുത്ത ഭാഗം നോക്കി, തണുത്ത പ്രദേശം നോക്കിയിട്ട് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കണ്ടു. അതിനിടയ്ക്ക് തന്നെ അപ്പൊ തന്നെ ആരും കൂടെ വരുന്നുണ്ടായിരുന്നു, ഒരു കീരി ബുഷസിന്റെ ഇടയിൽ നിന്ന്, ചെടികൾക്കിടയിൽ കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഒരു കീരിയും വരുന്നതായി കണ്ടു. എന്താ പറയുന്നത്, മരത്തിന്റെ താഴെയിൽ പുല്ലൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, അതായത് ഒരു വിസ്തൃതമായ സ്ഥലത്ത്, പുല്ലൊന്നും ഇല്ലാത്ത വിസ്തൃതമായ ഒരു സ്ഥലത്ത് അവർ നേർക്ക് നേരെ മുഖാമുഖം എന്ന രീതിയിൽ വന്നു. അതായത് മരത്തിന്റെ താഴെ പുല്ലൊന്നും ഇല്ലാത്ത കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത് ഇവര് മുഖാമുഖമായിട്ട് വന്നു. ഈ ഒരു കോബ്രയും മംഗൂസും ഓക്കെ അല്ലെ. അവനങ്ങനെ
എന്താണ് ആ ചൂട് സമയത്ത് ഒരു കോബ്ര ഏതിനിടയിലൂടെ കള്ളിമുൾച്ചെടിയിലിടയിലൂടെ വരുന്നതായി കണ്ടു. അതെന്താ എന്തിന് പൂന്തോട്ടത്തിന്റെ ഒരു തണുത്ത ഭാഗവും തേടിയിട്ട് തണുത്ത പ്രദേശം നോക്കി ഇഴഞ്ഞിഴഞ്ഞൊരു കോബ്ര വരുന്നുണ്ട്. അതേസമയം തന്നെ ബുഷസിന്റെ ഇടയിലൂടെ കീരിയും വന്നു. അവരൊരു മരത്തിന്റെ താഴ്ന്ന പ്രദേശത്ത്, അതായത് പുൽച്ചെടികളൊന്നും ഇല്ലാത്തൊരു പ്രദേശത്ത്, കുറച്ച് വിസ്തൃതമായ പ്രദേശത്ത് അവര് ഫേസ് ടു ഫേസ് രീതിയിൽ അവര് വന്നു. രണ്ടാളും കണ്ടുമുട്ടി, കോബ്ര ആൻഡ് മംഗൂസ്. ഓക്കെ, ക്ലിയർ? ഇനിയാണ് ഫൈറ്റ് സീൻ. അതിന്റെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കണേ. കോബ്ര knew only too well that the grey mongoose 3 feet long was a super fighter, clever and aggressive. മംഗൂസിന്റെ ആണ്. ഇതെന്ന് നോക്കിയേ. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. എന്താണ് പറയുന്നത് നോക്കിയാൽ നമുക്കറിയാം, കീരി 3 അടി നീളമുള്ള ക്ലവർ എന്ന് പറഞ്ഞാൽ അത്രയും സാമർത്ഥ്യമുള്ള കൗശലക്കാരനാണെന്നും അഗ്രസീവ് ആണെന്നും വളരെ അക്രമശക്തി ഉള്ളവനുമാണെന്നും കോബ്രക്കറിയാം. 3 അടി നീളമുള്ള ഗ്രേ കളറുള്ള ഈ കീരി വളരെയധികം സൂപ്പർ ഫൈറ്റർ ആണെന്നും ക്ലവർ ആണെന്നും അഗ്രസീവ് ആണെന്നും വളരെ കൗശലക്കാരനാണെന്നും ആക്രമ സ്വഭാവമുള്ളവനുമാണെന്നും അറിയാം. എന്നിരുന്നാൽ കോബ്ര എങ്ങനെയാണ്? കോബ്രയും അങ്ങനെ തന്നെയാണ്. സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ്, വളരെയധികം കഴിവും പരിചയസമ്പന്നനുമാണ് ആര്? കോബ്ര. വളരെ വേഗത്തിൽ നീങ്ങാനും കോബ്രക്ക് എന്തുണ്ട്? വളരെ വേഗത്തിൽ നീങ്ങാനും വെളിച്ചത്തിന്റെ, അതായത് പ്രകാശത്തിന്റെ വേഗത്തിൽ കൊത്താനും അവന്റെ നീണ്ടതും കൂർത്തതുമായ പിറകിലുള്ള സഞ്ചിയിൽ കൂർത്ത വിഷമാണ്. അത് വിഷസഞ്ചിയിൽ കൂർത്ത വിഷമാണ്. വെനം എന്ന് പറഞ്ഞാല് മാരക വിഷം. അത്രയും വിഷം അവനുണ്ട്. ആർക്ക്? പാമ്പിന്. മിന്നൽ വേഗത്തിൽ, പ്രകാശത്തിന്റെ വേഗത്തിൽ കൊത്താനുള്ള ശക്തിയും ആർക്കുണ്ട്? കോബ്രക്കുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്യണേ. അത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, ഞാനത് പോയിന്റ് ആയിട്ട് പറഞ്ഞുതരും സമ്മറി പറയുമ്പോൾ. ഓക്കെ, ഇത് നെറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. നെറേഷൻ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, കീരിന്റെത് മംഗൂസിന്റെത് പറഞ്ഞു, കോബ്രേന്റെത്. ഇങ്ങനെയൊന്നും മനസ്സിലായില്ലേ? ഓക്കെ, കീരിന്റെത് പറഞ്ഞു സൂപ്പർ ഫൈറ്റർ, 3 feet long സൂപ്പർ ഫൈറ്റർ, ക്ലെവർ, അഗ്രസീവ്. എന്താണ് സ്നേക്കിന്റെ? കോബ്രേന്റെത് പറയുന്നത് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ്. പിന്നെന്താ പറയുന്നത്? സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശ വേഗതയിൽ കൊത്താനും. ആൻഡ് the sacs behind his long sharp fangs were full of deadly venom. fangs ആണ് വിഷപ്പല്ലാണ്. ഓക്കെ, അതിൽ നിറയെ എന്താണ്? വെനമാണ്, മാരക വിഷാണെന്നും പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തോക്കോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. It was to be a battle of champions, hissing defense, his forked tongue darting in and out. The cobra raised 3 or 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail, the long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. എന്താണ് പറയുന്നത് നോക്കിയേ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്സിംഗ് സൗണ്ട് എന്നാ സ്നേക്കിന്റെ സൗണ്ട് ആണല്ലേ ഹിസ്സിംഗ് എന്നുള്ളത്. കോബ്രേനാണ് പറയുന്നത്. കോബ്രേന്റെ എന്താ പറയുന്നത്? ഹിസ്സിംഗ് സൗണ്ട് ആക്കുന്നത്. പാമ്പിന്റെ സൗണ്ട്, സ്നേക്കിന്റെ സൗണ്ട് ആണ് ഹിസ്സിംഗ് സൗണ്ട്. അതെന്താ ചെയ്യുന്നത്? അതിന്റെ കൂർത്ത നാവ് ഉള്ളിലേക്കും പുറകിലേക്കും ആയിട്ട് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ട് അത്രയും പേടിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളിലേക്കും പുറകിലോട്ടും ആക്കിക്കൊണ്ട് നിന്നു. ഇതിനുള്ള ഈ കോബ്ര എന്താ ചെയ്തത്? തന്റെ 6 അടി ശരീരത്തിൽ നിന്നും 3 അടി തറയിൽ നിന്ന് ഉയർന്നു നിന്നു. അത് ഉയർന്നു നിന്നു, അത്രയും ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഉയർന്നു നിന്നിട്ട് എന്ത് പത്തി വിടർത്തി കാണിച്ചു. ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ കൂർത്ത പത്തി വിടർത്തി കാണിച്ചു നിന്നു. അതെന്തൊക്കെ ചെയ്യുന്നതാണ് മെൻഷൻ ചെയ്യുന്നത്? പത്തി വിടർത്തി നിന്നത്. അതിങ്ങനെ കൊത്താനെന്ന രീതിയിൽ പത്തി വിടർത്തി മംഗൂസിനെ ഭയപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ പത്തി വിടർത്തി നിന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആ സമയത്ത് കീരി എന്താ ചെയ്തേ? നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഫൈറ്റർ ആയിട്ടുള്ള കീരി എന്താ ചെയ്തേ? കീരി തന്റെ വാല് നീട്ടിപ്പിടിച്ചു. നമുക്കറിയാം കീരിന്റെ വാലാണ് മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നത് കീരിന്റെ വാലാണ് ശത്രുക്കളിൽ നിന്ന്. അങ്ങനെ അവൻ നീട്ടിപ്പിടിച്ചപ്പോൾ അവന്റെ വാലിലെ ഹെയർ, അത് വാലിങ്ങനെ നീട്ടിപ്പിടിച്ചപ്പോൾ നട്ടലിൽ നിന്ന് എല്ലാ ഹെയറും എണീച്ചു. അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആ വാല് പിന്നെ കീരിക്ക് മറ്റുള്ള ശത്രുക്കളിൽ നിന്ന്. അത്രയും എന്ത് പറ്റിയാലും ഈ വാലാണ് ഈ കീരിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്.
Okay അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. Though the combatants were unaware of my presence in a banyan tree, they soon became aware of the arrival of two other spectators. One was a myna and the other a jungle crow. Jungle crow മൈനയാണ്. അതർ വേറെ സീൻ കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ നോക്കുക പറയാം. Not the wily urban crow. They had seen these preparations for battle and had settled on the carcass to watch the outcome. Had they been content only to watch, all would have been well with both of them. എന്താണ് പറയുന്നത്? ഇനി എന്താ പറയുന്നത് നോക്കിയ. ഈ പോരാളികൾ എന്താ പറയുന്നത്? പോരാളികൾ, അതായത് മംഗൂസൻ, കോബ്ര, ഈ പോരാളികൾ എന്റെ മരത്തിലുള്ള എന്റെ സാന്നിധ്യം അറിയുന്നില്ല, എന്നെ കണ്ടിട്ടില്ലെങ്കിലും മറ്റ് രണ്ട് കാണികളുടെ വരവ് അവരെ അറിഞ്ഞിട്ടുണ്ട്. ആരാ മറ്റ് രണ്ട്? ഈ സീന് കാണാൻ വന്ന മറ്റ് രണ്ട് ആൾക്കാരാരാ? മൈന ആൻഡ് ജംഗിൾ ക്രോ. ജംഗിൾ ക്രോ ആണ് മൈന ആൻഡ് ജംഗിൾ ക്രോ. ഇവരെ രണ്ടാളെയും ഈ രണ്ട് ഫൈറ്ററും അറിഞ്ഞിട്ടുണ്ട്. ഇവർ നമ്മളെ ഫൈറ്റ് സീൻ കാണാൻ വന്നത് ഇവർ അറിഞ്ഞിട്ടുണ്ട്. മൈനയും ജംഗിൾ ക്രോയും ഈ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്താവും അനന്തര ഫലം, എന്ത് ഫലമായിരിക്കും, എന്ത് റിസൾട്ടാ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഈ ജംഗിൾ ക്രോയും മൈനയും വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നു. ഇവിടെ കള്ളിമുൾ ചെടിയിലെടുത്ത് വെയിറ്റ് ചെയ്തിട്ട് ഇവരിരുന്നു. എന്ന് പിന്നെ എന്താ പറയുന്നത്? കാണുന്നത് മാത്രമാണ് ഇവര് വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നു, അല്ലെ ഇവര് ഈ ഒരു ഫൈറ്റ് സീൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാണുന്നത് മാത്രമാണ് ഇവരെ ലക്ഷ്യമെങ്കിൽ ഇവർക്കൊന്നും സംഭവിക്കില്ല. കാണുന്നത് മാത്രമാണ് ഇവരെ ലക്ഷ്യമായിരുന്നെങ്കിൽ ഇവർക്കൊന്നും തന്നെ സംഭവിക്കൂല. നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞത് എന്താ അർത്ഥം? ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവരെന്തോ ഫൈറ്റ് സീനിൽ ഇടപെടാനോ അല്ല എന്തിനോ ഇവർ പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, എക്സ്പയറാന്ന് നോക്കിയേ. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. എന്താ പറയുന്നേ? കോബ്ര പ്രതിരോധത്തിനായി മെല്ലെ മെല്ലെ ഓരോ വശത്തേക്ക് നീങ്ങിയിട്ട് തെറ്റായ ഒരു ചലനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് മെല്ലെ മെല്ലെ ഓരോ വശത്തേക്ക് ചാഞ്ഞുകൊണ്ട് കീരിക്ക് ഒരു തെറ്റായ ചലനം, ഫാൾസ് മൂവ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. മെല്ലനെ മൂവി. കാരണം എന്താ വെച്ചാല് ഈ പാമ്പിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചാല് പെട്ടെന്ന് കീരിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ണിലൂടെ അവർ മയക്കിക്കളയും. പാമ്പിന്റെ ഐസിൽ കണ്ണിന് അത്രയും ആ ഒരു അട്രാക്റ്റീവ് പവർ ഉള്ളതുകൊണ്ട് ആ കണ്ണ് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ പാമ്പ് എന്ത് ചെയ്തു? മെല്ലനെ ചെരിഞ്ഞ് ഒരു തെറ്റായ ഒരു ചലനം ആർക്ക് കൊടുത്തു? കീരിക്ക് കൊടുത്തു. തെറ്റായ ഒരു ചലനം, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് തോന്നിക്കത്ത രീതിയിൽ ഒരു തെറ്റായ ചലനം കീരിക്ക് കൊടുത്തു. അപ്പൊ കീരി എന്താ ചെയ്തത് നമുക്ക് നോക്കാം. കീരിക്ക് എന്താ അറിയാം? ഈ ഒരു ഫാൾസ് മൂവ്മെന്റ് കീരിക്ക് നേരത്തെ അറിയാം. തന്റെ എതിരാളിന്റെ ആ ഒരു ഇമ വെട്ടാത്ത കണ്ണുകളിൽ അത്രയും പവർ ഉണ്ട്. ആ കണ്ണുകളിൽ കീരി നോക്കിക്കഴിഞ്ഞാല് കീരിക്ക് എന്തായാലും കോബ്രേന്റെ ആ ഒരു കടി കിട്ടും എന്നറിയാം. അതുകൊണ്ട് തന്നെ കീരി കീരിക്ക് ആ പോരാളിന്റെ ശക്തി അറിയാം. അതുകൊണ്ട് തന്നെ കീരി എന്ത് ചെയ്തു നോക്കിയേ? കീരിക്കത് മനസ്സിലായി. എന്ത്? ആ കണ്ണിന്റെ ശക്തി, ഇമ വെട്ടാത്ത നിശ്ചലമായ ആ കണ്ണിന്റെ പവർ കീരിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കണ്ണുകളെ നേരിടുന്നത് കീരി നിരസിച്ചു. അതുകൊണ്ട് തന്നെ ആ കണ്ണുകളെ നേരിടുന്നത് കീരി നിരസിച്ചു. ആ ഫാൾസ് മൂവ്മെന്റ് കീരിക്ക് മനസ്സിലായി. കണ്ണുകളിൽ കീരി അധികം ശ്രദ്ധിച്ചില്ല. ഇത് നോക്കിയേ. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞിട്ട് കീരി ആ ഒരു കണ്ണുകളിൽ നോക്കിയില്ല. പകരം എന്താ ചെയ്ത് നോക്കിയേ? പകരം കീരി എന്താ ചെയ്തത്? കണ്ണുകളിൽ നോക്കാണ്ട് പാമ്പിന്റെ പത്തിക്ക് താഴെയുള്ള സ്ഥലത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയിട്ട് ഒരു ഫോൾസ് മൂവ്മെന്റ് കൊടുത്തിട്ട് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയിട്ട് കോബ്ര എന്താ ചെയ്ത് നോക്കിയേ? പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയിട്ട് കോബ്രയുടെ പിടിക്ക് എത്തുന്നത് വരെ, പിടിക്ക് കിട്ടാത്ത രീതിയിൽ നീങ്ങി. മംഗൂസ് കോബ്രയുടെ പിടി കിട്ടാത്ത രീതിയിൽ നീങ്ങി. പക്ഷെ എന്നിട്ട് ഒരു ഭാഗത്തേക്കായി നീങ്ങുന്നതായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് കീരി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഫേക്ക് മൂവ്മെന്റ് നടത്തുന്നത് ഒരു ഫേക്ക് മൂവ്മെന്റ് നടത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് നടത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ കോബ്ര ഒരു കൊത്തു കൊടുത്തു. കോബ്ര കീരിക്ക് ഒരു കൊത്തു കൊടുത്തു. വലിയ പത്തി പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. കൊത്തു കൊടുത്ത പാടനെ അവന്റെ പത്തി പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. അവൻ കീരിക്ക് ഒരു കൊത്തു കൊടുത്തു. അപ്പൊ തന്നെ അവന്റെ പത്തി താഴേക്ക് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചേ? ബോയ് എന്താ വെച്ചു? അപ്പൊ ബോയ് എന്താ കണ്ടു നിൽക്കുന്ന ബോയ് വെച്ചു ഇനി കീരിന് ഒന്നും കൊള്ളില്ല, കീരി എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും, കീരി എന്തായാലും
കൊത്താൻ ശ്രമിച്ചു. പക്ഷെ അന്നേരം എന്താ സംഭവിച്ചു നോക്കിയാൽ വീണ്ടും നഷ്ടപ്പെട്ടു. ആദ്യം കൊത്താൻ ശ്രമിച്ചു, അത് വീണ്ടും നഷ്ടപ്പെട്ടു, കൊത്താൻ കഴിഞ്ഞില്ല. ആ ഫസ്റ്റ് കടിയിട്ടേ തന്നെ എന്താണ് കോബ്ര ഏകദേശം കുറച്ച് സൈഡായി പോയി. കൊത്താൻ ശ്രമിച്ചു, പക്ഷെ കൊത്താൻ കഴിഞ്ഞില്ല കീരി. ആ സമയത്ത് കീരി വളരെയധികം ശക്തനായിട്ട് ഈ ചാടി പുറപ്പെട്ടു. വീണ്ടും പാമ്പിനെ കോബ്രയുടെ നേരത്തെ കീരി ചാടി പുറപ്പെട്ട് വീണ്ടും ഒരു കടി വെച്ചു കൊടുത്തു. ആർക്ക്? കോബ്ര. സമയത്ത് എന്താ വീണ്ടും ചെയ്തത്? ഈ നേരത്തെ പക്ഷികൾ കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നല്ലേ, വീണ്ടും ഈ പക്ഷികൾ മൈനയും കാക്കയും വീണ്ടും കൂട്ടിമുട്ടിയിട്ട് വീണ്ടും അവര് തമ്മിൽ ഉരസി കലഹുണ്ടായി. വീണ്ടും അവര് കള്ളിമുൾ ചെടിയിലടുത്തേക്ക് പോയി. നെക്സ്റ്റ് നോക്കിയേ. The third round followed the same course as the first, but with one dramatic differences. The crow and the myna still determined to take part in the proceedings at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thundering against the crow's body. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna at the catcus plant very wisely refrained from interfering again. ഓക്കെ, നെക്സ്റ്റ് രംഗാണ് പറഞ്ഞ. മൂന്നാമത്തെ രംഗം ഇതുപോലെ നാടകീയമായി നടന്നു. നോക്കിയേ, വീണ്ടും ഈ മൂന്നാമതും ഇങ്ങനെ ഒരു നാടകീയ രംഗം സംഭവിച്ചു. ഇവര് യുദ്ധത്തിൽ വീണ്ടും ഈ ഒരു ഫൈനലിടയ്ക്ക് ഇവര് വീണ്ടും ചാടി വീണു, കാക്കയും മൈനയും. അതേ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തു? കോബ്ര കാക്കയെ കൊത്തി. മൂന്നാമതും ഇവർ ഇതേ ഒരു പ്രവൃത്തി ആവർത്തിച്ചു, ചാടി വീണു. ആ സമയത്ത് കാക്ക തെറിച്ചുപോയി. വീണ്ടും ആ സമയത്ത് ആ പാമ്പ് കാക്കയെ കൊത്തി. എന്നിട്ട് എന്താ പോയി പറഞ്ഞത്? 2 അടി ദൂരത്തിൽ തെറിച്ചു വീണത് ഞാൻ കണ്ടു കാക്ക, അല്ലെ. മൈനി എന്ത് ചെയ്തു? കള്ളിമുൾ ചെടിയുടെ അടുത്ത് തന്നെ ഇരുന്നു. അരെ കൗശലക്കാരൻ എന്ന രീതിയിൽ അതിലൊന്നും ഇടപെടാതെ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇതൊരു ജംഗിൾ ക്രോ ആണ്, അത്ര കൗശലമൊന്നും അതിനില്ല. പെട്ടെന്ന് തന്നെ ചാടി വീണു, അത് കടിയേറ്റു. അതിനെ സേവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കോ കൗശലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ മരിച്ചു വീണു. ജംഗിൾ ക്രോ ആണെന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയാ. The cobra was weakening and the mongoose walking fearlessly up to it raised himself on his short legs and with lightning snap had the big snake by the snout. The cobra lashed about in a frightening manner and even called itself about the mongoose. But all to no avail. The little fellow hung grimly on until the snake had struggled. He then smashed along his quivering length and gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about into the bushes from a safe distance, and then with a cry for congratulations flew away. ഇനി എന്താ പറയുന്നത്? കോബ്രക്ക് 2 കടിയേറ്റിട്ടുണ്ട്, അല്ലെ. 2 കടിയേറ്റിട്ടുണ്ട്. എന്താ പറയുന്നത്? കോബ്ര വീക്ക് ആവാൻ തുടങ്ങി, കോബ്രക്ക് കയ്യാണ്ടാവാൻ തുടങ്ങി, കോബ്ര ദുർബലനാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കീരി അതിന്റെ അടുത്തേക്ക് യാതൊരുവിധ പേടിയും ഇല്ലാണ്ട് വരാൻ തുടങ്ങി. അതായത് ഒന്ന് ദുർബലമാകുമ്പോൾ നമുക്ക് പേടി കുറയല്ലോ. അപ്പൊ കോബ്ര ദുർബലനാണെന്ന് കണ്ട് കീരി അടുത്തേക്ക് വരാൻ തുടങ്ങി, യാതൊരുവിധ പേടിയില്ലാതെ. കീരിയുടെ ചെറിയ കാലൊന്ന് പൊക്കി മിന്നൽ പിളർപ്പ് വേഗത്തിൽ, അത്രയും വേഗത്തിൽ കോബ്രയുടെ മൂക്കിന് താഴെ ഒരു കടി വെച്ചു കൊടുത്തു. മിന്നൽ വേഗത്തിൽ കോബ്രയുടെ മൂക്കിനൊരു കടി വെച്ചു കൊടുത്തു. അത്രയും വേഗത്തില് കോബ്രയുടെ മൂക്കിനൊരു, പേടിയൊന്നും കൂടാതെ കോബ്രയുടെ മൂക്കിനൊരു കടി വെച്ചു കൊടുത്തു. കോബ്ര വേദന കൊണ്ട് പുളഞ്ഞു. അത്രയും വേദന കോബ്രക്ക് ഉണ്ടായി. കോബ്ര വേദന കൊണ്ട് പുളഞ്ഞു. ആ സമയത്ത് അത്രയധികം ഭയപ്പെടുന്ന രീതിയിൽ നിന്നു. കാരണം ഏകദേശം വിന്നർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. കോബ്ര ഏകദേശം മരിച്ചു വീഴാറായി. കാരണം അത്രയും പേടിപ്പെടുന്ന ലാസ്റ്റ് ആകുമ്പോഴേക്കും കോബ്ര ഒരുപാട് പേടിച്ചു പോയി. വേദന കൊണ്ട് പുളത്തോടു കൂടി കീരിയെ നോക്കി. ആ വേദന കൊണ്ട് അത്രയും വേദന തന്നെ അവസാന നിമിഷം വരെ എന്തെങ്കിലും കോബ്ര ഫൈറ്റ് ചെയ്തിരുന്നു. ആ ഒരു വേദനയിലും കോബ്ര കീരിനെ ഇങ്ങനെ മുറുക്ക പിടിച്ചു, അതായത് മുറുക്ക ചുറ്റി വളഞ്ഞു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് നിമിഷം ആ വേദന കൊണ്ട് കീരിയുടെ കടിയേറ്റ് വേദന കൊണ്ട് പൊളയുമ്പോഴും അവസാന നിമിഷത്തെ ശ്രമം പോലും കോബ്ര ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൂടെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ കീരിയെ എന്ത് ചെയ്ത് മംഗൂസിനെ ചുറ്റി പിടർന്നു നിന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കോബ്രക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അല്ല, കീരി എന്ത് ചെയ്യുന്നു? യുദ്ധം അവസാനിക്കുന്നത് വരെ അതിനെ ചുറ്റി വലിച്ചു കൊണ്ടുവന്നു. പാമ്പിനെ ചുറ്റി വലിച്ചു കൊണ്ടുവന്നിട്ട് പാമ്പിനെ ഒന്ന് മണത്തു. അത് മരിച്ചു എന്നുള്ള അർത്ഥത്തില് അതിനെ ചുറ്റി വലിച്ചു കൊണ്ടുവന്ന് അതിനെ മണത്തു. ചുറ്റി പിടിച്ചുകൊണ്ട് ബുഷിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കീരി കൊണ്ടുപോയി. അതായത് പാമ്പ് മരിച്ചുപോയി.
എന്നിട്ട് എന്ത് ചെയ്തു, ഇത് കണ്ടു നിന്ന മൈന വീണ്ടും മൈന എന്ത് ചെയ്തു, സാവധാനം താഴേക്ക് ഇറങ്ങി. എന്തായി, കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആയത് കണ്ടപാടെ ആര് വന്നു, മൈന താഴേക്ക് ഇറങ്ങി വന്നു. അത് എന്നിട്ട് മൈന എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി വന്നോട് ഒരു ഇപ്പൊ ഞാൻ സുരക്ഷിതയാണോ, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് സുരക്ഷിതമായ രീതിയിൽ എന്ത് ചെയ്തു, കള്ളിമുൾച്ചെടിയുടെ അടുത്തേക്ക് ബുഷസിന്റെ അടുത്തേക്ക് നോക്കിയിട്ട് വിജയാശംസകൾ, ആർക്ക്, മംഗൂസിന് വിജയാശംസകളും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറന്നുപോയി. പാരഗ്രാഫ് നോക്കിയേ. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with the scraps from the kitchen. He had never tried taming it because wild mongoose was more useful than the domestic one. ഇനി എന്താ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. അപ്പൊ മംഗൂസ് ആൻഡ് കോബ്രന്റെ ഫൈറ്റ് സീൻ കഴിഞ്ഞു അല്ലെ. അത് കഴിഞ്ഞപാടെ എന്ത് ചെയ്തു, ബോയ് എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി, ബോയ് മരത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി ഈ ഫൈറ്റ് സീനൊക്കെ മുത്തശ്ശനോട് വിവരിച്ചു. അപ്പൊ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടാണ് സന്തോഷമായ, മംഗൂസ് വോൺ ചെയ്തോണ്ട്, മംഗൂസ് വിജയിച്ചോണ്ട് മുത്തച്ഛന് ഒരുപാട് സന്തോഷമായി. കാരണം എന്താ, പൂന്തോട്ടത്തിൽ നിൽക്കാനുള്ള അനുവാദം ഗ്രാൻഡ് ഫാദർ ആണ് മംഗൂസിന് കൊടുത്തത്. കാരണം എന്താ, പാമ്പുകളെ തുരത്താൻ വേണ്ടി, പാമ്പ് ശല്യം കാരണം പാമ്പുകളെ തുരത്താൻ വേണ്ടിയിട്ട് മംഗൂസിന് അനുവാദം ഒന്നും പറയാണ്ട് മംഗൂസിനാടാനുള്ള അവസരം കൊടുത്ത മുത്തശ്ശനാണ്. അതുകൊണ്ട് തന്നെ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞപ്പോ മംഗൂസാണ് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി മുത്തച്ഛനെ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.